ഇതുണ്ടല്ലോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവർക്ക് വലിയ നഷ്ടം തന്നെയാണ് കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ. മനസ്സിലായവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വേവിക്കാൻ വെക്കണം. ചെറുതാണെങ്കിൽ 2 ക്യാരറ്റ് എടുക്കാം. പിന്നെ വേണ്ടത് പപ്പായയാണ്. നല്ല പഴുത്ത പപ്പായയുടെ ഒന്നിൻ്റെ പകുതി എടുത്തിട്ട്, വലിയൊരു പപ്പായയാണ്, അതിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞതിന് ശേഷം അത് നമുക്കിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അത് തണുത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല ഫ്രീസ് ചെയ്തെടുത്തിട്ടുള്ള പാലാണ്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അത് നമുക്ക് 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്, വാനില ഐസ്ക്രീം. അതൊരു 3 സ്കൂപ്പാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. പിന്നെ ഈ ഒരു ഐറ്റത്തിൻ്റെ മെയിൻ പ്രത്യേകത ഇതിന് നന്നായിട്ട് കടിക്കാൻ കിട്ടണം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അത്യാവശ്യം കോൺഫ്ലേക്സും അണ്ടിപ്പരിപ്പും കറുത്ത ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അനാറുണ്ടെങ്കിൽ അനാറും ചേർക്കാം കേട്ടോ. അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടൊക്കെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. എന്നിട്ട് മുകളിൽ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വീണ്ടും കോൺഫ്ലേക്സും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കണ്ണൂർ സ്പെഷ്യൽ കോക്ടെയിൽ റെഡി. ഈ ഒരു കോക്ടെയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്